ഡോ കള്ള കിളവ, താൻ എന്നെ പറഞ്ഞു പറ്റിക്കുമായിരുന്നല്ലേ? അരവിന്ദന്റെ കോളറിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ജീവൻ അയാൾക്ക് നേരെ അലറി. അരവിന്ദൻ സർവ്വശക്തിയെടുത്ത് അവനിൽ നിന്ന് കുതറി മാറി. ചേ, വിടടാ, നീ ആരാടാ എന്നെ ചോദ്യം ചെയ്യാൻ? എൻ്റെ മോളെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. അത് ചോദ്യം ചെയ്യാൻ നിനക്ക് എന്താ അവകാശം? അന്ന് നിന്നോട് ഞാൻ അങ്ങനെ ഒരു ഉടമ്പടി സ്ഥാപിച്ചത് അവരുടെ പേരിലുള്ള ആ സ്വത്തുക്കൾ അത് സ്വന്തമാക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതുപോലെ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉള്ളിൽ നുരഞ്ഞു പൊന്തിയ മാനസാന്തരത്തോടെ അരവിന്ദൻ പറഞ്ഞതും ജീവൻ ഒരു പുച്ഛത്തോടെ അയാളെ നോക്കി പൊട്ടിച്ചിരിച്ചു. താൻ എന്താടോ കരുതിയത്? തൻ്റെ മകളുടെ ശരീര സൗന്ദര്യത്തിൽ മതിമറന്ന് അവളെ കെട്ടി എൻ്റെ ഭാര്യയായി കൂടെ പൊറപ്പിക്കാൻ പോവാണെന്നോ? ശ്രീദേവി, അവൾ എൻ്റെ ഒരു ആഗ്രഹമാണ്. സൗന്ദര്യവും ആഹാരഭംഗിയും ഒത്തിണങ്ങിയ ഒരുപാട് പെണ്ണുങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അവരൊന്നും തൻ്റെ മകളുടെ 7 അയലത്ത് പോലും വരില്ല. ഒരു ദിവസം ഒന്ന് ശരിക്കും അനുഭവിച്ചിട്ട് വിട്ടുതരുമായിരുന്നു ഞാൻ അവളെ. പക്ഷേ താൻ എന്നെ ചതിച്ചു. ജീവൻ പറഞ്ഞത് കേട്ട് അരവിന്ദൻ്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു. പാ ചെറ്റേ, എൻ്റെ മോളെപ്പറ്റി തോന്നിയാസം പറയുന്നോടാ. നീ ഇത്ര ചതിയനാണെന്ന് ഞാൻ കരുതിയില്ലടാ. സ്വത്തിനു വേണ്ടിയാണെങ്കിലും നിന്നെപ്പോലെ ഒരു നാറിക്ക് അവളെ കൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ലടാ. നിനക്ക് അവളുടെ ഒരു രോമത്തിൽ പോലും തൊടാൻ പറ്റില്ല. ജീവൻ്റെ കഴുത്തിൽ അമർന്ന അരവിന്ദൻ്റെ കൈ അവൻ ബലമായി പിടിച്ചു മാറ്റി. അയാളെ ആഞ്ഞു തള്ളി. പെട്ടെന്നുള്ള ആക്രമണത്തിൽ പിന്നിലേക്ക് വേച്ച് നിലത്ത് വീണ അരവിന്ദൻ്റെ അടുത്തേക്ക് അവൻ ചെന്നു. തന്നെ കൊണ്ട് എന്നല്ല, അവളുടെ കെട്ടിയൻ ആ പന്നക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി അഥവാ ഞാൻ ആഗ്രഹിച്ചത് നടന്നില്ലെങ്കിൽ പിന്നെ തൻ്റെ മരണം എൻ്റെ കൈകൊണ്ടായിരിക്കും, ഓർത്തോ? ഒരു ഭീഷണിയുടെ സ്വരത്തിൽ അരവിന്ദന് നേരെ വിരൽ ചൂണ്ടി അത്രയും പറഞ്ഞ് ജീവൻ പോയി. അയാളൊരു ഞെട്ടലോടെ അവൻ പോയ വഴിയെ നോക്കി നിന്നു. ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ടാണ് ഞാൻ മുറിയിലേക്ക് കയറിയത്. എടുത്തു നോക്കിയപ്പോൾ അമ്മയാണ്. ഹലോ അമ്മേ. കോൾ അറ്റൻഡ് ചെയ്ത പാടെ ഞാൻ ചോദിച്ചു, ആ മോളെ, കുട്ടിക്ക് എവിടെ സുഖാണോ? മോൻ എവിടെ? കണ്ണേട്ടൻ ഇവിടെ ഉണ്ടമ്മേ. അമ്മയ്ക്ക് സുഖാണോ? വർഷ എവിടെ? ഇവിടെ ഉണ്ട് മോളെ. ഇവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചിട്ട് അത് കൊടുക്കാത്തതിൽ എന്നോട് പിണങ്ങി മുറിയിൽ കയറി കഥകടിച്ചിരിക്കുക. അമ്മ ഒരു ചിരിയോടെ പറഞ്ഞത് കേട്ട് എനിക്ക് സങ്കടമായി. അങ്ങോട്ടൊന്ന് പോകാൻ പോലും എനിക്ക് കഴിയില്ലല്ലോ. പിണങ്ങിയാലും അത് മുഴുവൻ അവൾ തന്നെയല്ലേ തിന്നു തീർക്കുക. എനിക്ക് അതിലുള്ള ഭാഗ്യം ഇനി ഇല്ലല്ലോ. എന്നാലേ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത് എൻ്റെ ദേവിമോൾക്ക് വേണ്ടിയാ കേട്ടോ. നിങ്ങൾ നാളെ തന്നെ ഇങ്ങോട്ട് പോര്. ദേ, അമ്മ വെറുതെ കളിയാക്കല്ലേ. ഞങ്ങളെ കാണുന്നത് പോലും അച്ഛൻ ഇഷ്ടമല്ല. ഇനിയും അച്ഛൻ പറയുന്നത് ഓരോന്ന് കേൾക്കാൻ വയ്യ. എൻ്റെ മോള് ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. നിങ്ങളെ ഇങ്ങോട്ട് വിളിക്കാൻ എന്നോട് പറഞ്ഞത് ആരാന്നറിയോ? വേറെ ആരുമല്ല, അച്ഛൻ തന്നെയാ പറഞ്ഞത്. ഒരു ഞെട്ടലോടെയാണ് അമ്മ പറഞ്ഞ വാക്കുകൾ ഞാൻ കേട്ടത്. സത്യമോ മിഥ്യയോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല. അച്ഛൻ ഞങ്ങളെ അങ്ങോട്ട് ക്ഷണിക്കുക എന്ന് പറഞ്ഞാ? അമ്മേ, സത്യമാണോ അമ്മ പറഞ്ഞത്? ഞാൻ അല്പം വിറയലോടും ആകാംക്ഷയോടും കൂടി ചോദിച്ചു. സത്യമാണ് മോളെ. അരവിന്ദത്തിന് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെയാ എന്നോട് പറഞ്ഞത് നിങ്ങളെ ഇങ്ങോട്ട് വിളിക്കണം, വിരുന്ന് കൊടുക്കണം എന്നൊക്കെ. നിങ്ങൾ വരില്ലേ മക്കളെ? അമ്മ പറഞ്ഞു കേട്ട് എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അമ്മയോട് സമ്മതം അറിയിച്ച് ഫോൺ വയ്ക്കുമ്പോഴും ഒരുപാട് ആഗ്രഹിച്ച സ്നേഹം ലഭിക്കാൻ പോകുന്ന സന്തോഷമായിരുന്നു എന്നിൽ. പെട്ടെന്നാണ് എൻ്റെ ഇടുപ്പിലൂടെ എൻ്റെ കൈ ചുറ്റി വരുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ സമീപി അറിഞ്ഞതും ഞാൻ കണ്ണേട്ടന് നേരെ തിരിഞ്ഞു. എൻ്റെ കണ്ണിലെ നീർത്തിളക്കം കണ്ട് കണ്ണേട്ടൻ മുഖം വല്ലാതെയായി. ദേവു, എന്തു പറ്റി? എന്തിനു കരയുന്നേ? പറ. കണ്ണേട്ടൻ ആവലാതിയോടെ എൻ്റെ ഇരു കവിളിലും കൈവച്ച് ചോദിച്ചു. ഞാൻ മറുത്തൊന്നും പറയാതെ കണ്ണേട്ടനെ ഇറുകെ പുണർന്നു. കണ്ണേട്ടാ, അച്ഛൻ നമ്മളെ അങ്ങോട്ട് ക്ഷണിച്ചു. ഇപ്പോൾ നമ്മളോടൊരു ദേഷ്യവും ഇല്ല. നെഞ്ചിൽ നിന്ന് മുഖം ഉയർത്തി കണ്ണേട്ടനെ നോക്കി ഞാൻ പറഞ്ഞു. ആ മുഖത്ത് ഒരു മങ്ങിയ പുഞ്ചിരിയാണ് ഉണ്ടായത്. അതുകൊണ്ട് എൻ്റെ ചുണ്ടിലെ പുഞ്ചിരിയും മാഞ്ഞു. സാരയില്ല, കണ്ണേട്ടന് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് പോകണ്ട. അമ്മ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്ക് എൻ്റെ മാഷേട്ടനും ഗീതമ്മയും മതി. ഉള്ളിലെ സങ്കടം കടിച്ചമർത്തി ഞാൻ കണ്ണേട്ടനെ നോക്കി പുഞ്ചിരിച്ചു. കണ്ണേട്ടൻ എൻ്റെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്ത് നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. എൻ്റെ പെണ്ണിൻ്റെ ഏതാഗ്രഹവും ഞാൻ സാധിച്ചു തരില്ലേ? നിൻ്റെ ഈ മുഖത്തെ സന്തോഷം എനിക്കെന്നും കാണണം പെണ്ണെ. നമുക്ക് പോവാം. കണ്ണേട്ടൻ പറഞ്ഞു കേട്ട് എൻ്റെ കണ്ണുകൾ വിടർന്നു. സത്യം? ആടി പൊണ്ടാട്ടി കുട്ടി. പക്ഷേ രാവിലെ പോയിട്ട് വൈകുന്നേരം ഇങ്ങോട്ട് പോരണം. ഗീതുവിനെ ഒറ്റക്കാക്കാൻ പറ്റില്ല. ഡബിൾ ഓക്കെ കണ്ണേട്ടാ. ഞാൻ ചാടിത്തുള്ളി കണ്ണേട്ടൻ്റെ കവിൾ പിടിച്ചു വലിച്ചു. പിന്നെ ഏന്തി വലിഞ്ഞ് ആ കവിളിൽ ഒരു അടാറ് കടി അങ്ങോട്ട് കൊടുത്തു. എന്ത് വേദനയാടി. കണ്ണേട്ടൻ എരിവ് വലിച്ച് അലറിക്കൊണ്ട് എന്നെ അടിക്കാനാണെന്നും ഞാൻ പൊട്ടിച്ചിരിച്ച് കണ്ണേട്ടനെ തള്ളി മാറ്റി ഓടി.
കട്ടിലിന് ചുറ്റി ഓടിയതും ടേബിളിന് ചുറ്റി ഓടിയും ഞാൻ കണ്ണേട്ടനെ വട്ടം കറക്കി. ബട്ട് നിർഭാഗ്യവശാൽ എൻ്റെ മാഷിൻ്റെ മുമ്പിൽ എനിക്ക് തോൽക്കേണ്ടി വന്നു. കണ്ണേട്ടൻ എന്നെ വലിച്ച് ചുമരിലേക്ക് ചേർത്ത് നിർത്തി. ഒരു കിതപ്പോടെയും ചുണ്ടിലൊളിപ്പിച്ച ചിരിയോടെയും ഞങ്ങൾ പരസ്പരം നോക്കി. ഒരു വേള കണ്ണുകൾ തമ്മിൽ ഉടക്കി. വികാരം മാറി മറിയുന്നതിനനുസരിച്ച് ശ്വാസഗതിയും ഹൃദയമെടുപ്പിൻ്റെ വേഗതയും കുതിച്ചുയർന്നു. കണ്ണേട്ടൻ്റെ വശ്യമായ നോട്ടത്തിൽ ഞാൻ അലിഞ്ഞു പോകുന്ന പോലെ. ഞാൻ ഉമിനീരിറക്കി ആ മുഖത്തേക്ക് നോക്കിയപ്പോഴേക്കും കണ്ണേട്ടൻ എൻ്റെ അരയിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. ഞാൻ ശ്വാസം നീട്ടിയെടുത്ത് കണ്ണേട്ടൻ്റെ ഷർട്ടിൽ പിടിമുറുക്കി. ആ കണ്ണുകൾ എൻ്റെ മുഖമാകെ ഓടി നടന്നു. കണ്ണേട്ടൻ എന്നോട് ഒന്നുകൂടി ചേർന്ന് നിന്ന് എൻ്റെ നെറ്റിയിൽ ചുണ്ടമർത്തി. പതിയെ അധരങ്ങൾ എൻ്റെ ഇരുകണ്ണിലൂടെയും നാസികയിലൂടെയും ഒഴുകി അതിൻ്റെ ഇണയിലെത്തിച്ചേർന്നു. ഒരു നനുത്ത ചുംബനത്തിലൂടെ എൻ്റെ കീഴ്ചുണ്ട് കടിച്ചെടുത്ത് നുകരാൻ തുടങ്ങി. കൂടാതെ കൈകൾ എൻ്റെ ഇടുപ്പിൽ അമർന്നു. എൻ്റെ കൈകൾ കണ്ണേട്ടൻ്റെ മുതുകിൽ അമർന്നു. എന്നിലും വികാരങ്ങൾ ഉടലെടുക്കുന്നത് ഞാൻ അറിഞ്ഞു. ആ ചുംബനത്തിൽ ലയിച്ച് ഞാൻ നിന്നു. കണ്ണേട്ടൻ വീണ്ടും വീണ്ടും എൻ്റെ അധരങ്ങളെ നുകരുന്നതിനൊപ്പം ആ ദന്തങ്ങളും അവിടെ കുസൃതി കാട്ടി. ശ്വാസം വിലങ്ങി ഉമിനീരിൽ രക്തച്ചുവ കലർന്നതും കണ്ണേട്ടൻ ഒരു കിതപ്പോടെ ഒരു വേള എൻ്റെ ചുണ്ടുകളെ സ്വതന്ത്രമാക്കി. വീണ്ടും അതേ ആവശ്യത്തോടെ എൻ്റെ അധരങ്ങളെ ബന്ധിച്ചു. ആ ചുംബനത്തിൽ എന്നിലെ വികാരങ്ങൾ പൂർണ്ണമായി ഉണർന്നതും ഞാൻ കണ്ണേട്ടന് ഒന്നുകൂടി എന്നിലേക്ക് ചേർത്ത് പിടിച്ചു. എല്ലാ അർത്ഥത്തിലും എൻ്റെ നല്ല പാതിയാകാൻ നിനക്ക് സമ്മതമാണോ ദേവുട്ടി? സ്വന്തമാക്കിക്കോട്ടെ, ഞാൻ എൻ്റേത് മാത്രമായി. ഒരു വേള എൻ്റെ അധരങ്ങളെ സ്വതന്ത്രമാക്കി കണ്ണേട്ടൻ എൻ്റെ കാതോരം പതിയെ ചോദിച്ചതും ഞാൻ അതിന് സമ്മതമെന്നോണം കണ്ണേട്ടൻ്റെ അധരങ്ങളിലേക്ക് നോക്കി എൻ്റെ അധരങ്ങൾ ചേർത്തു. ആ ചുണ്ടുകളെ മോചിപ്പിക്കാതെ തന്നെ കണ്ണേട്ടൻ എന്നെ ഇരുകൈയാൽ കോരിയെടുത്ത് ബെഡിൽ കൊണ്ടുപോയി കിടത്തി. കണ്ണേട്ടൻ ഷർട്ടിൻ്റെ ബട്ടൺസ് ഓരോന്നായി അഴിക്കുമ്പോഴും എൻ്റെ ഹൃദയമിടിപ്പ് ക്രമാതീതമായി കുതിച്ചുയർന്നു. കണ്ണേട്ടൻ പതിയെ എന്നിലേക്ക് അമർന്ന് എൻ്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. ഞാനൊരു പിടിച്ചിലൂടെ കണ്ണേട്ടൻ്റെ മടിയിൽ കുരുത്തു വലിച്ചു. കണ്ണേട്ടൻ്റെ ചുണ്ടുകൾ അവിടെ മാറി പരതിക്കൊണ്ടിരുന്നു. ഒടുവിൽ തേടിയത് കണ്ടെത്തിയ പോലെ എൻ്റെ കഴുത്തിലെ മറുകിലമർത്തി ചുംബിച്ചു. കൂടാതെ ആ ദന്തങ്ങളും അവിടെ കാഴ്ന്നു. ആ പ്രണയ സമ്മാനത്തെ ഞാൻ ഏറ്റുവാങ്ങി. രാത്രിയിലെ നിശബ്ദതയിൽ എൻ്റെ പാദത്തിൽ നിന്ന് ഉയർന്നു കേട്ട കൊലുസിൻ്റെ നാദം ഞങ്ങൾ ആവശ്യമുയർത്തി. കണ്ണേട്ടൻ്റെ പ്രണയം എന്നിലേക്ക് ഒഴുക്കാൻ തടസ്സമായി നിന്ന ഉടയാടുകൾ കണ്ണേട്ടൻ വലിച്ചെറിഞ്ഞു. എന്നിലെ കാണാപ്പുറങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയപ്പോൾ കണ്ണേട്ടൻ്റെ പുറത്ത് എൻ്റെ നഖചിത്രങ്ങൾ പതിഞ്ഞു. ഒടുവിൽ വികാരത്തിൻ്റെ തീവ്രതയിൽ ഒരു ചെറു നോവായി എന്നിലേക്ക് പടർന്നിറങ്ങി ഒരു കിതപ്പോടെ എൻ്റെ മാറിലേക്ക് കണ്ണേട്ടൻ വീണപ്പോഴും ഞാൻ ആ പ്രണയവേഴ്ചയുടെ ലഹരിയിൽ കണ്ണേട്ടനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ദേവുട്ടി, ഒരുപാട് വേദനിച്ചോ? സുഖമുള്ള ഒരു നോവ്. കണ്ണേട്ടൻ എന്നെ വാരിപ്പുണർന്ന് എന്നിലെ സ്ത്രീയെ പൂർണ്ണമാക്കിയപ്പോൾ ഒഴുകിയിറങ്ങി എൻ്റെ കണ്ണുനീർ തുള്ളികൾ ആ ചുണ്ടുകളിൽ ഒപ്പിയെടുത്തു. എൻ്റെ മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. വീണ്ടും വികാരങ്ങളുടെ വേലിയേറ്റം ഞങ്ങളിൽ ഉണ്ടായതും കണ്ണേട്ടൻ വീണ്ടും എന്നെ വാരിപ്പുണർന്ന് എന്നിലേക്ക് ആഴ്ന്നിറങ്ങി. ആ രാത്രിയുടെ ഏതോ യാമത്തിൽ ഒരു തളർച്ചയോടെ കണ്ണേട്ടൻ്റെ നെഞ്ചിലേക്ക് വീഴുമ്പോഴും ഞങ്ങളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി അവശേഷിച്ചിരുന്നു. കണ്ണിലേക്ക് സൂര്യവെളിച്ചം പതിച്ചപ്പോഴാണ് ഞാൻ കണ്ണുകൾ തുറന്നത്. എന്നെ ചേർത്ത് പിടിച്ച് എൻ്റെ തോളിൽ മുഖമർത്തി കിടന്ന് കണ്ണേട്ടനെ കണ്ടു കഴിഞ്ഞതും രാത്രിയിലെ സുന്ദര നിമിഷങ്ങൾ മനസ്സിലേക്ക് കടന്നു വന്നു. ചുണ്ടിലൊരു പുഞ്ചിരി തത്തിക്കളിച്ചു. ഞാൻ ആ വിരിനെറ്റിയിൽ അമർത്തി ചുംബിച്ചു. പതിയെ കണ്ണേട്ടനെ എന്നിൽ നിന്നും അടർത്തി മാറ്റി ബെഡ്ഷീറ്റും വാരി ചുറ്റി ഫ്രഷാകാൻ പോയി. ദേഹത്തേക്ക് വെള്ളം വീണപ്പോൾ ദേഹത്ത് അങ്ങിങ്ങായി ചെറിയ നീറ്റൽ അനുഭവപ്പെട്ടെങ്കിലും ചുണ്ടിലെ പുഞ്ചിരി മായാതെ തന്നെ നിന്നു. കുളി കഴിഞ്ഞ് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് തലയിലെ വെള്ളം തോർത്തിക്കൊണ്ട് നിന്നപ്പോഴാണ് കണ്ണേട്ടൻ പിന്നിൽ വന്ന് എൻ്റെ ഇടുപ്പിലൂടെ കൈ ചേർത്തത്. മിററിൽ എനിക്ക് കാണാം, കണ്ണേട്ടനെ വ്യക്തമായി കാണാം. ഗുഡ് മോർണിംഗ് പൊണ്ടാട്ടിക്കുട്ടി. ഒരു പുഞ്ചിരിയോടെ കണ്ണാടിയിലൂടെ എൻ്റെ പ്രതിബിംബത്തെ നോക്കി പറഞ്ഞതും ഞാൻ ചുണ്ടിലൊളിപ്പിച്ച ചിരിയോടെ തല താഴ്ത്തി. എന്തോ ആ മുഖത്ത് നോക്കാൻ തന്നെ ഒരു ചമ്മൽ. ഏയ്, എൻ്റെ ഗുണ്ടുപിളകിന് നാണോ? ഇതുമാതിരി കോപ്രായം കാണിച്ച് മനുഷ്യനെ ചിരിപ്പിക്കാതെ മുഖത്ത് നോക്കടി. ഒരു കളിയാക്കി ചിരിയോടെ എന്നെ നോക്കി കണ്ണേട്ടൻ പറഞ്ഞതും ഞാൻ ചുണ്ടു കുറിപ്പിച്ച് തിരിഞ്ഞു നിന്ന് നെഞ്ചിലൊരു കുത്തു കൊടുത്തു. കെട്ടി ബോധിച്ചപ്പോൾ കണ്ണേട്ടൻ്റെ നെഞ്ചിൽ ഒഴിഞ്ഞുകൊണ്ട് എന്നെ നിഷ്കുഭാവത്തിൽ നോക്കി. എന്തിനാ നോക്കുന്നത്? എന്നെ കളിയാക്കിയിട്ടല്ലേ? അതിന് ഞാൻ സത്യമല്ലടി പറഞ്ഞത്. ശരിക്കും ആ പുളിങ്ങ് തിന്ന പോലെയുള്ള എക്സ്പ്രഷൻ കാണാൻ നല്ല ചേലുണ്ടായിരുന്നു. എടി, ഒന്നുകൂടെ കാണിച്ച് ഒരു വീഡിയോ എടുത്ത് വെക്കട്ടെ, ഇടയ്ക്കെടുത്ത് കാണാലോ. കണ്ണേട്ടൻ എന്നെ നോക്കി ഇളിച്ചുകൊണ്ട് ഫോൺ ക്യാമറ ഓണാക്കി. എൻ്റെ നേരെ തിരിഞ്ഞു ഞാനൊന്ന് കുതറി മാറി ആ ഫോണിൽ തട്ടിപ്പറിച്ച് ബെഡിലേക്കിട്ട് കണ്ണേട്ടനെ തല്ലാൻ തുടങ്ങി. ബട്ട് നമ്മുടെ മാഷ് അപ്പോഴും ചിരിയാണ്. അവസാനം സഹിക്കെട്ട് ഞാൻ അങ്ങനെ ബെഡിലേക്ക് തള്ളിയിട്ട് ചവിട്ടി തുള്ളി പോകാൻ തുടങ്ങിയതും കണ്ണേട്ടൻ എൻ്റെ കൈ പിടിച്ച് അവിടെ നിർത്തി. ഞാൻ തിരിഞ്ഞു നോക്കാതെ തന്നെ കൈ വിടുവിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല.
കണ്ണേട്ട വിട്ടേ, എനിക്ക് പോണം. അച്ചോടാ, മാഷിൻ്റെ ചുന്ദരി ബാവ പിണങ്ങിയോ? അത് കേട്ടതും ഞാൻ കണ്ണു മിഴിച്ച് കണ്ണേട്ടെ നോക്കി. അയ്യാ, എന്തൊലിപ്പീര കണ്ണേട്ട. പേ, ഒന്ന് കൈവിട്ടേ. ഓ വേണ്ടേ വേണ്ട, ഒന്ന് റൊമാൻറ്റിക് ആകുക എന്ന് വെച്ചാൽ അതിനും സമ്മതിക്കൂല. അയ്യോ വേണ്ടായേ, ഒന്ന് കിട്ടി ബോധിച്ചതാ, ഇനി വേണ്ട, എന്നെ വെറുതെ വിട്ടേക്ക്. ഡീ വേണ്ടാട്ടോ, നിന്റെ നാക്കിൻ്റെ നീളം കുറച്ച് കൂടിയിട്ടുണ്ട്. കൂടുതൽ ഡയലോഗ് അടിച്ചാൽ പെട്ടെന്ന് തന്നെ ഒരു ട്രോഫി ഞാൻ അങ്ങോട്ട് തരും. ഞാനത് കേട്ട് കണ്ണു മിഴിച്ച് ചുണ്ടുകൊട്ടി മുഖം ഒരു വശത്തേക്ക് തിരിച്ചു. അല്ല മോളെ, നീയല്ലേ ഇന്ന് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞത്? എന്താ അതിലുള്ള ഉദ്ദേശമല്ലേ? കണ്ണേട്ടൻ ചോദിച്ചപ്പോഴാണ് ഞാനും ആ കാര്യം ഓർത്തത്. ഗീതമ്മയോട് പോലും പറഞ്ഞില്ല. അയ്യോ മറന്നുപോയി, ഗീതമ്മയോട് പറയട്ടെ. അതും പറഞ്ഞ് ഞാൻ പോകാൻ നിന്നതും കണ്ണേട്ടൻ വീണ്ടും എന്നെ അവിടെ പിടിച്ചു നിർത്തി. ഞാൻ ചോദ്യഭാവത്തിൽ തിരിഞ്ഞു നോക്കി. കണ്ണേട്ടൻ എന്നെ നോക്കി ഒന്ന് കണ്ണ് ചിമ്മിച്ചിരിച്ച് ടേബിളിൽ ഇരുന്ന സിന്ദൂരച്ചെപ്പ് തുറന്ന് അതിൽ നിന്ന് ഒരു നുള്ളു സിന്ദൂരം എടുത്ത് എൻ്റെ സീമന്തരേഖയിൽ ചാർത്തി. കൂടാതെ എൻ്റെ തോളിലേക്ക് അലസമായി വീണുകിടന്ന മുടി വകഞ്ഞു മാറ്റി കണ്ണേട്ടൻ്റെ ദന്തക്ഷതങ്ങൾ ഏറ്റ തോളിൽ അമർത്തി ചുംബിച്ചു. ഞാൻ കണ്ണുകളടച്ച് ആ ഇരു സമ്മാനത്തെയും സ്വീകരിച്ചു. ഇനി പൊയ്ക്കോ, എന്നിൽ നിന്ന് മുഖമുയർത്തി കണ്ണേട്ടൻ പറഞ്ഞതും ഞാനൊരു പുഞ്ചിരിയോടെ മുറിവിട്ട് താഴേക്ക് ചെന്നു. അടുക്കളയിൽ ചെന്നപ്പോൾ ഗീതമ്മ പ്രാതൽ തയ്യാറാക്കുന്ന തിരക്കിലാണ്. പിന്നെ ഞാനും കൂടെ കൂടി. ഗീതമ്മയുടെ വീട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ 2 ദിവസം അവിടെ നിന്നോളാൻ പറഞ്ഞെങ്കിലും ഗീതമ്മയെ ഒറ്റക്കാക്കാൻ കഴിയാത്തതുകൊണ്ട് ഇന്ന് തന്നെ ഞങ്ങൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. ഗീതുവിനോട് കൂടി വരാൻ പറഞ്ഞെങ്കിലും മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി. വൈകിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ദേവൂട്ടി വലിയ സന്തോഷത്തിലാണെന്ന് ആ മുഖം കണ്ടാൽ അറിയാം. അത് കണ്ടപ്പോൾ അറിയാതെ എൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി തത്തിക്കളിച്ചു. സംശയിക്കേണ്ട മക്കളെ, ആ പഴയ അരവിന്ദനല്ല ഞാനെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. പക്ഷേ വാസ്തവം അതാണ്. അച്ഛൻ നേർവഴി കാട്ടാൻ അവസാനം മകൾ തന്നെ വേണ്ടി വന്നു. അമ്മയ്ക്കും വർഷയ്ക്കും മുമ്പിൽ ഞങ്ങളെ നിറപുഞ്ചിരിയോടെ അകത്തേക്ക് ക്ഷണിച്ച അരവിന്ദനെ കണ്ട് ഞങ്ങൾ അത്ഭുതത്തോടെ ആ മുഖത്തേക്ക് നോക്കി. പതിവ് ഗൗരവമില്ല, തികച്ചും ശാന്തം. എന്താടോ, തനിക്കിപ്പോഴും എന്നെ വിശ്വാസമായില്ലേ? അദ്ദേഹം എന്നെ നോക്കി ചോദിച്ചു കേട്ട് ഞാൻ പതിയൊരു ചിരിയോടെ എൻ്റെ അടുത്ത് നിൽക്കുന്ന ദേവൂട്ടിയെ നോക്കി. ആ മുഖം വിടർന്നു തന്നെയാണ്. അത് കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞു. അച്ഛൻ എൻ്റെ അടുത്തേക്ക് വന്ന് എന്നെ ചേർത്ത് പിടിച്ചു. ആ കണ്ണുകളിൽ ചെറിയ നീർത്തിളക്കം ഞാൻ കണ്ടു. എൻ്റെ മോളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അതിന് ശ്രമിച്ചിട്ടില്ല എന്നതാണ് സത്യം. ക്ഷമിച്ചുകൂടെ ഈ അച്ഛനോട്? ഇടറിയ ശബ്ദത്തോടെ അച്ഛൻ ചോദിച്ചതും ഞാനൊരു പൊട്ടിക്കരച്ചിലോടെ ആ നെഞ്ചിലേക്ക് വീണു. വെറുത്തിട്ട് വേണ്ടേ അച്ഛൻ ക്ഷമിക്കാൻ? ഒരിക്കലും എനിക്കതിന് കഴിയില്ല. ചെറുപ്പത്തിലെ കുഞ്ഞു വികൃതികൾക്കിടയിലും ചെറിയ മുറിവുകൾ പറ്റുമ്പോഴും എന്നെ അകറ്റി നിർത്തി വർഷയെ ലാളിക്കുമ്പോഴും ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഇങ്ങനെയൊന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിലെന്ന്. ഓരോ തവണ ദേഷ്യത്താൽ വേദനിച്ചപ്പോഴും ഉള്ളം വിങ്ങിയിട്ടുണ്ട്. എങ്കിലും ഒരിക്കൽ പോലും മനസ്സുകൊണ്ട് ശപിച്ചിട്ടില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്കെൻ്റെ അച്ഛനെ. ഞാൻ അത്രയും പറഞ്ഞു കഴിഞ്ഞതും അച്ഛൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എൻ്റെ നെറ്റിയിലേക്ക് പതിച്ചു. അച്ഛൻ എന്നെ പതിയെ അടർത്തി മാറ്റി വീണ്ടും കണ്ണേട്ടൻ്റെ അടുത്തേക്ക് ചെന്ന് ആ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ചു. കൈപിടിച്ച് നൽകാൻ തന്നില്ലെങ്കിലും എന്തുകൊണ്ടും യോഗ്യനായ ഒരാളുടെ കയ്യിലേക്കാണ് അവൾ എത്തിയത് എന്നതിൽ ഇപ്പോൾ ഞാൻ സന്തോഷവാനാണ്. എല്ലാം ക്ഷമിച്ച് എന്നെ അച്ഛൻ്റെ സ്ഥാനത്ത് കണ്ടൂടെ? ഒരവസരം എനിക്ക് തരുമോ? അച്ഛൻ ചോദിച്ചതും കണ്ണേട്ടനൊരു ചിരിയോടെ അച്ഛനെ കെട്ടിപ്പിടിച്ചു. അച്ഛൻ ഇന്ന് കണ്ണേട്ടൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചപ്പോൾ അച്ഛൻ്റെ കണ്ണുകൾ വിടർന്നതിനൊപ്പം എൻ്റെ മനസ്സും ആനന്ദത്താൽ മതിമറക്കുകയായിരുന്നു. എടി, നീ എന്തിനാടി ഇതിൽ കൈയിട്ട് വരുന്നത്? ഇത് എനിക്കും കണ്ണേട്ടിനു വേണ്ടി അമ്മ ഉണ്ടാക്കിയതാ. എണീറ്റ് പോടി. അമ്മ ഉണ്ടാക്കി വെച്ച അച്ചപ്പവും കുഴലപ്പവും കഴിക്കുന്നതിനിടയിൽ വർഷമെടുത്തതും ദേവൂട്ടി അവളെ തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ട് ഞാനും അച്ഛനും അമ്മയും പരസ്പരം നോക്കി ചിരിച്ചു. പെണ്ണൊടുക്കത്തെ പോളിങ്ങാണ്. അയ്യ, ഒന്ന് പോടി ചേച്ചി, ഞാൻ തിന്നാലും ഇത് വയറ്റിലോട്ട് പോകുംട്ടാ. അല്ല, നിങ്ങൾക്ക് 2 പേർക്കുമാണെന്ന് പറഞ്ഞിട്ട് ഏട്ടന് ഒരെണ്ണമെങ്കിലും കൊടുത്തോ തീറ്റപ്രാന്തി? അത് പറഞ്ഞപ്പോൾ ഒരു ഉണ്ണിയപ്പം വായിൽ കുത്തിനിറച്ച് എന്നെ നോക്കി ചിരിച്ചു. ഞാനും ഇതേപോലെ ചിരിച്ചു കൊടുത്തു. അത് പിന്നെ കണ്ണേട്ടന് വേണ്ടെന്ന് പറഞ്ഞു അല്ലേ കണ്ണേട്ടാ? ഞാനോ? എപ്പോ? എടി തീറ്റപ്രാന്തി. മോള് കഴിക്ക്, ഞാൻ ബാക്കി വല്ലതും ഉണ്ടേ എടുത്തോളാം. ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് അവളെ നോക്കി ഞാൻ പറഞ്ഞു. അവൾ വീണ്ടും ഒരു ചിരി ചിരിച്ചുകൊണ്ട് പരിപാടി തുടർന്നു. അപ്പോഴും വർഷയുടെ കൈ ഇടയ്ക്കിടെ പ്ലേറ്റിലേക്ക് പോകുന്നുണ്ട്. ഹോ, എൻ്റെ വർഷയെ, നീ രാവിലെയും കുറേ തിന്നതല്ലേ, മോൾക്ക് കൊടുത്തേ, അവൾ കഴിക്കട്ടെ. അച്ഛൻ പറഞ്ഞതും വർഷ ചുണ്ടുകുറപ്പിച്ച് അങ്ങനെ തുറച്ചു നോക്കി. ദേവൂട്ടി വലിയ ഗമയിലിരുന്നു. ആഹാ, അപ്പോൾ ഞാൻ ഔട്ടല്ലേ? ബ്ലഡി പീതാജി, എന്നോടിത് വേണ്ടായിരുന്നു. കണ്ടോടി, എനിക്ക് ചോദിക്കാൻ ആളുണ്ട്. ഒരച്ഛനും ഒരു കെട്ടിയനും മര്യാദയ്ക്ക് നിന്നെ ഞാൻ ചവിട്ടി പുറത്താക്കും. ദേവു വലിയ വായിൽ പറഞ്ഞ് ഞങ്ങളെ നോക്കി സൈറ്റടിച്ചു. ഓഹോ, അങ്ങനെയാണോ? എന്നാ എനിക്കും ചോദിക്കാനും പറയാനും ആളുണ്ട് കേട്ടോ. അതാരാ?
വർഷ പറഞ്ഞതിന് പിന്നാലെ ഞങ്ങൾ നാലുപേരും ഒരേപോലെ അവളോട് ചോദിച്ചതും അവൾ ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ ഞങ്ങളെ നോക്കി ചിരിച്ചു. അത് പിന്നെ ഐ മീൻ ഭാവിയിൽ ആരെങ്കിലും ഉണ്ടാകുമല്ലോ, അതാ. അത് കേട്ട് ഞങ്ങൾ തലയാട്ടിക്കൊണ്ട് അവൾ അടിമുടി ഒന്ന് സ്കാൻ ചെയ്തു. എൻ്റെ ശരത് മാനസമൈന പാടി നടക്കേണ്ടി വരുമോ ആവോ. ആ മോളെ, നീ മോനെയും കൂട്ടി ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് വാ. മോൻ ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ. അമ്മ പറഞ്ഞത് കേട്ട് ദേവു തലയാട്ടിക്കൊണ്ട് എഴുന്നേറ്റ് എൻ്റെ കയ്യും പിടിച്ച് പുറത്തേക്ക് പോകാൻ ഒരുങ്ങി. പിന്നെ അതേ സ്പീഡിൽ തിരിച്ചു പോയി പ്ലേറ്റിൽ ബാക്കിയുണ്ടായിരുന്ന അച്ചപ്പവും കൂടി എടുത്ത് വർഷയെ കോക്രി കാട്ടി എൻ്റെ അടുത്തേക്ക് വന്നു. അത് കണ്ട് വർഷ ചവിട്ടുതുള്ളി അകത്തേക്ക് പോയി. ബെസ്റ്റ്, രണ്ടും കണക്കാ. കണ്ണേട്ടാ, അവിടെയാ ഞാൻ പറഞ്ഞ സർപ്പക്കാവ്. അതിൻ്റെ അപ്പുറം പുഴയാ. വാ, നമുക്ക് അവിടെ പോകാം. പാടവരമ്പത്തു കൂടി നടക്കുമ്പോൾ ദൂരെ ആൽമരക്കൂട്ടങ്ങൾക്കിടയിൽ കാണുന്ന സർപ്പക്കാവ് ചൂണ്ടി ഞാൻ പറഞ്ഞു. അവിടെ വല്ല പാമ്പോ മറ്റോ ഉണ്ടാകുമോ ദേവുട്ടിയെ? ഏയ്, ഈ സമയത്തുണ്ടാകില്ല, പക്ഷെ രാത്രിയിൽ ഉണ്ടാകൂട്ടോ. അവിടെ കുറേ പേര് പോയി പ്രാർത്ഥിക്കാറുണ്ട്. അവർ കൊണ്ടുവരുന്ന പഴവും മറ്റും രാത്രിയിലാ നാഗങ്ങൾ വന്ന് സ്വീകരിക്കുക. വലിയ കരിനാഗങ്ങളുണ്ടെന്നാ അമ്മ പറഞ്ഞത്. ഓരോ കൺട്രി ബിലീവ്സ്. ആ കൊണ്ടുവന്ന പാലും പഴവും എടുക്കാൻ ആരെങ്കിലും പറഞ്ഞുണ്ടാക്കി വെച്ചതായിരിക്കും. കണ്ണേട്ടൻ പറഞ്ഞു കേട്ട് ഞാൻ ചുണ്ടുകുറിപ്പിച്ച് തിരിഞ്ഞു നോക്കി. ദേ കണ്ണേട്ടാ, ദൈവങ്ങളോട് കളി വേണ്ട കേട്ടോ, ദൈവകോപം കിട്ടും. ഞാനത് പറഞ്ഞതും കണ്ണേട്ടൻ എന്നെ വലിച്ച് ആ നെഞ്ചിലേക്കിട്ട് എന്നെ വട്ടം പിടിച്ചു. ദൈവങ്ങൾ പോലും എൻ്റെ അടുത്തേക്ക് വരാനൊന്ന് മടിക്കും. കാരണം എൻ്റെ കൂടിയതിൽ സാക്ഷാൽ ദേവിയാണ്. ശിവൻ്റെ പാർവതി ദേവിയെപ്പോലെ, ശ്രീരാമൻ്റെ സീതാദേവിയെപ്പോലെ എൻ്റെ ദേവിക്കുട്ടിയില്ലടി എൻ്റെ കൂടെ. ഈ കണ്ണൻ്റെ രാധ. കണ്ണൻ എന്നെ ഇമവട്ടാതെ നോക്കി പറഞ്ഞതും ഞാൻ ആ കണ്ണുകൾ മുഴുവൻ തിളങ്ങി നിന്ന എന്നോടുള്ള അടങ്ങാത്ത പ്രണയമാണ് ഞാൻ കണ്ടത്. ആ പ്രണയസാഗരത്തിൽ മുങ്ങി നിവരാൻ എൻ്റെ ഉള്ളു തുടിച്ചു. പെട്ടെന്ന് ഭൂമിയിലേക്ക് അതിൻ്റെ ഇണപൊഴിച്ച ആദ്യ തുള്ളി ഞങ്ങളുടെ മേൽ വീണതും ഞങ്ങൾ ആകാശത്തേക്ക് നോക്കി. തെളിഞ്ഞു നിന്ന ആകാശം ഇരുണ്ടുമൂടി ചെറിയൊരു ഇടിമുഴക്കത്തോടെ ജലഗണങ്ങൾ ഞങ്ങളിലേക്ക് വർഷിച്ചു. ആൽമരത്തിന് കീഴിൽ ഭൂമിയെ ചുംബിച്ചുകൊണ്ട് അലച്ചുകെട്ടി പെയ്യുന്ന മഴയെ നോക്കി ചേർന്ന് നിൽക്കുമ്പോഴും ഇരുവരുടെ മനസ്സിലും കളങ്കമില്ലാത്ത പ്രണയം മാത്രമായിരുന്നു. കണ്ണേട്ടാ, എന്നിലേക്ക് പതിച്ച മഴത്തുള്ളികൾ ചിതറിയൊട്ടിയ എൻ്റെ മുടിയിഴകളെ മാടിയൊതുക്കുന്ന കണ്ണേട്ടനെ നോക്കി ഞാൻ വിളിച്ചു. ശരിക്കും കണ്ണേട്ടന് എന്നോട് എത്ര ഇഷ്ടമുണ്ട്? ഞാൻ ചോദിച്ചു കേട്ട് കണ്ണേട്ടൻ ഒന്ന് പുഞ്ചിരിച്ചു. ഇഷ്ടമല്ല പെണ്ണെ, ഭ്രാന്താണ്. നീ കൂടെയില്ലാത്ത ഒരു നിമിഷം പോലും എനിക്ക് വേണ്ട. അത്രമേൽ നീ എന്നിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോയി. പറിച്ചെടുക്കാൻ കഴിയാത്ത വിധം എൻ്റെ ഹൃദയത്തിൽ ഇടം പിടിച്ചു നീ. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഈ കാലിലെ കൊലുസിന് മണിയായി മാറണം എനിക്ക്. നീ ഓരോ ചുവടും വയ്ക്കുമ്പോൾ നിൻ്റെ വരവറിയിച്ചുകൊണ്ട് നിന്നോട് ഒട്ടിക്കിലുങ്ങുന്ന മണികൾ. അത്രമേൽ നിന്നിലേക്ക് ചേരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കണ്ണേട്ടൻ അത് പറഞ്ഞു തീർന്നപ്പോഴേക്കും കണ്ണേട്ടൻ്റെ അധരങ്ങൾ എൻ്റെ അധരങ്ങളെ കുരുത്തു വലിച്ചിരുന്നു. കഥ കേൾക്കുന്ന എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് പറ്റും പോലെയൊക്കെ ഈ കഥയൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ലൈക്ക് എന്തായാലും ചെയ്യണേ.